ആദ്യമേ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് CBT-1 ഉണ്ടായിരിക്കും. അത് എല്ലാവർക്കും എഴുതണം. അതിൽ നിന്ന് അതിനെ നമുക്ക് കൈൻഡ് ഓഫ് പ്രിലിംസ് എന്ന് പറയാം, സ്റ്റേജ് 1 ഓഫ് ദി എക്സാം എന്ന് പറയാം. ഇതിൽ സെലക്ട് ആവുന്ന കാൻഡിഡേറ്റ്സ് അവരായിരിക്കും UPSC ത്രൂ ആണ് നടക്കുന്നത്. പിന്നെ ഗ്രൂപ്പ് ബിയിലേക്ക് എങ്ങനെയാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത് ചോദിച്ചാൽ, ഗ്രൂപ്പ് സിയിലെ ഉദ്യോഗാർത്ഥികൾ തന്നെ അല്ലെങ്കിൽ ഗ്രൂപ്പ് സിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് അവർ ഡിപ്പാർട്ട്മെന്റൽ എക്സാം എഴുതിയിട്ടാണ് ഗ്രൂപ്പ് സിന്ന് ഗ്രൂപ്പ് ബിയിലോട്ട് പ്രൊമോട്ടഡ് ആവുന്നത്. പരീക്ഷ നടക്കുന്നത് 1.5 മണിക്കൂർ നേരത്തേക്കാണ്. നെഗറ്റീവ് മാർക്കിംഗ് ഉള്ള ഒരു എക്സാം തന്നെയാണ്. 1/3 അല്ലെങ്കിൽ 0.33 തന്നെയായിരിക്കും. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം യു ഓൾ ടു എൻട്രി SSC RRB ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. സോ എൻ്റെ കൂടെ ഇപ്പോൾ റിജിൻ സാറും ഉണ്ട്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരുപാട് നിങ്ങളുടെ ഡൗട്ട്സിനെ ബേസ് ചെയ്തിട്ട് ഉള്ളൊരു കോണ്ടന്റ് തന്നെയാണ്. ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നു RRB NTPCയുടെ നോട്ടിഫിക്കേഷൻ എപ്പോൾ വരും, എന്താണ് ഈ RRB NTPC എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് കാൻഡിഡേറ്റ്സ് ചോദിക്കുന്നതാണ്, ഞങ്ങൾക്ക് +2 ക്വാളിഫിക്കേഷനേ ഉള്ളൂ, ചിലർക്ക് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ട്, ഈ +2 ഡിഗ്രിയൊക്കെ വെച്ചിട്ട് അല്ലേ സർ റെയിൽവേയിലേക്ക് എത്തിപ്പെടാൻ പറ്റുമോ? അങ്ങനെ എത്തിപ്പെടണമെങ്കിൽ ഏത് എക്സാംസ് ആണ് എഴുതേണ്ടത്, ഏത് റിക്രൂട്ട്മെന്റ് പ്രോസസ്സിലാണ് അപ്പിയർ ചെയ്യേണ്ടതെന്നുള്ള കാര്യമൊക്കെയാണ്. സോ അത് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓൾ അബൌട്ട് RRB NTPC 2024. ഈ NTPC എന്ന് പറയുന്നത് നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി എന്നാണ് അതിൻ്റെ ഒരു എക്സ്പാൻഷൻ വരുന്നത്. അതായത് റെയിൽവേയിൽ നമുക്ക് 4 പോസ്റ്റുകളുണ്ട്. ഗ്രൂപ്പ് A ഉണ്ട്, ഗ്രൂപ്പ് B, ഗ്രൂപ്പ് C ആൻഡ് ഗ്രൂപ്പ് D. അപ്പം ഈ ഗ്രൂപ്പ് എയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് UPSC ത്രൂ ആണ്. അതായത് ഇന്ത്യൻ റെയിൽവേ സർവീസിന് റെപ്യൂട്ടഡ് സർവീസ് ഉണ്ട്, അത് നമ്മുടെ UPSC ത്രൂ ആണ് നടക്കുന്നത്. പിന്നെ ഗ്രൂപ്പ് ബിയിലേക്ക് എങ്ങനെയാണ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് ചോദിച്ചാൽ, ഗ്രൂപ്പ് സിയിലെ ഉദ്യോഗാർത്ഥികൾ തന്നെ അല്ലെങ്കിൽ ഗ്രൂപ്പ് സിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് അവർ ഡിപ്പാർട്ട്മെൻറ്റൽ എക്സാം എഴുതിയിട്ടാണ് ഗ്രൂപ്പ് സിന്ന് ഗ്രൂപ്പ് ബിയിലോട്ട് പ്രൊമോട്ടഡ് ആകുന്നത്. ദെൻ ഗ്രൂപ്പ് സി ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഗ്രൂപ്പ് സിയിലേക്ക് എക്സാം നടത്തുന്നതാണ് NTPC. ഗ്രൂപ്പ് സി തന്നെ 2 ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്, ഒന്ന് ടെക്നിക്കലും ഒന്ന് നോൺ ടെക്നിക്കലും. ടെക്നിക്കലാണ് നമ്മുടെ RRB ALP അതുപോലെ തന്നെ ജൂനിയർ എഞ്ചിനീയർ ഒക്കെ വരുന്നത്. ഓക്കെ, അതേസമയം നോൺ ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ, അതായത് ടെക്നിക്കൽ അല്ലാത്ത ജോലി, നോൺ ടെക്നിക്കലായിട്ട് സുഖമായിട്ടുള്ള ഓഫീസ് ജോലികളൊക്കെ വരുന്നത് NTPC എന്ന് പറയുന്ന ഈ പോസ്റ്റിൻ്റെ അണ്ടറിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സർ, എക്സാം പാറ്റേണും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പോകുന്നത്? അപ്പോൾ നമുക്ക് ഇതിലേക്ക് വരുമ്പം നമ്മുടെ NTPCയുടെ എക്സാം എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ 2 ലെവലായിട്ട്, ഇപ്പം നമ്മുടെ അമിത് മിസ് പറഞ്ഞ പോലെ നമുക്ക് 2 ലെവലായിട്ടാണ് എക്സാംസ് നടക്കുന്നത് തന്നെ. ഒന്ന് ഗ്രാജുവേറ്റ്സിന് വേണ്ടി സെപ്പറേറ്റ് വിളിക്കാറുണ്ട്, അണ്ടർ ഗ്രാജുവേറ്റ്സിന് വേണ്ടി സെപ്പറേറ്റ് വിളിക്കാറുണ്ട്. അപ്പോൾ +2 കഴിഞ്ഞ് ഏതൊരാൾക്കും ഈ പറഞ്ഞ എക്സാം എഴുതാൻ പറ്റും, അണ്ടർ ഗ്രാജുവേറ്റ്സിന്റെ എക്സാം എഴുതാൻ പറ്റും. അതുപോലെ തന്നെ ഗ്രാജുവേറ്റ്സിലേക്ക് വരുമ്പോഴത്തേന് അവിടെ ഈ പറയുന്ന നമ്മുടെ അണ്ടർ ഗ്രാജുവേറ്റിന്റെ പോസ്റ്റുകളിലും എഴുതാൻ പറ്റും എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഒരുപാട് പേരും വിചാരിക്കുന്ന ഗ്രാജുവേറ്റ്സിന്റെ ആ ഒരു ഡിഗ്രി ഉള്ളവർക്ക് മാത്രമേ ഗ്രാജുവേറ്റ്സിന്റെ ആ ഒരു അണ്ടറിൽ വരുന്ന പോസ്റ്റ് എഴുതാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്. അങ്ങനല്ല, നമ്മുടെ അണ്ടർ ഗ്രാജുവേറ്റിന്റെ പോസ്റ്റുകളും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡിഗ്രി ഉള്ളവർക്ക് എഴുതാൻ പറ്റും. അപ്പം ഡിഗ്രി ഉള്ളവർക്ക് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 എഴുതാൻ പറ്റും. പക്ഷെ അണ്ടർ ഗ്രാജുവേറ്റ്സിന് അത് മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ. പക്ഷെ അതിന്റെ അടിയിലും അത്യാവശ്യം നല്ല നമ്പർ ഓഫ് പോസ്റ്റുകൾ ഉണ്ട്. NTPCയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ NTPCയുടെ കീഴിലുള്ള പോസ്റ്റുകളെല്ലാം അടിപൊളിയാണ് അല്ലെ. ഒരു ഫ്ലെക്സിബിലിറ്റി നല്ലോണം ഉള്ളൊരു കാറ്റഗറിയാണ് NTPC എന്ന് പറയുന്നത്. ഫിക്സഡ് ഓഫീസ് ടൈമിംഗ് ആണ്, അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ ജോബാണ്, നിങ്ങൾക്ക് അധികം സ്ട്രെസ് ഉണ്ടാവത്തില്ല, അടിപൊളി പോസ്റ്റ് ആണ്. പിന്നെ അലവൻസുകളും കാര്യങ്ങളും ഒക്കെ ഉള്ള പോസ്റ്റുകളാണ് NTPCയിൽ വരുന്നത്. NTPC ഒരു ഗ്ലാമറസ് ആയിട്ടുള്ള എക്സാം ആണ്. ഇപ്പൊ SSCയിൽ നമ്മൾ CGയിൽ പറയുന്ന പോലെ റെയിൽവേസിൽ RRB NTPC ആണ് കുറച്ചൊരു ഗ്ലാമറൈസ്ഡ് ആയിട്ടുള്ള എക്സാം. ഇനി ഏജ് ലിമിറ്റ് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, എത്ര ഏജ് വരെ എഴുതാൻ പറ്റുമെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ യൂഷ്വലി അൺറിസർവ്ഡ് കാറ്റഗറി ആണെങ്കിൽ അവർക്ക് 18 to 33 ഇയേഴ്സ് വരെ എഴുതാൻ പറ്റും. അപ്പോൾ ഒരുപാട് പേരും ചോദിക്കാറുണ്ട്, 28 ഒക്കെ ആയി, എനിക്ക് എഴുതാൻ എക്സാം ഉണ്ടോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന അങ്ങനെ ഇതിലൊരു എക്സാം ഉണ്ടെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് NTPC എന്ന് പറയുന്നത്. 33 ഇയേഴ്സ് വരെ, ഈ ഒരു വർഷം 33 ഇയേഴ്സ് വരെ ഉള്ളവർക്ക് എഴുതാൻ പറ്റും. അത് കൂടാതെ അത് അൺറിസർവ്ഡിനാണ്. റിസർവ്ഡിന് ആയിട്ടുള്ളവർക്ക് ഇനിയും പിന്നെ അവിടെ ഒരു +3 +5 വരുന്നുണ്ട്. അതായത് SC/ST ഒക്കെ വരുന്നുണ്ട്. OBC തന്നെ ക്രിമി ലെയറും ഉണ്ട്, നോൺ ക്രിമി ലെയറും ഉണ്ട്. നിങ്ങൾക്കറിയാം, അതിൽ ക്രിമി ലെയറിനെ നമ്മൾ ജനറൽ കാറ്റഗറി ആയിട്ടാണ് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. നോൺ ക്രിമി ലെയറിനാണ് റിസർവേഷൻ കിട്ടുന്നത്. നോൺ ക്രിമി ലെയറിന് ഒരു +3 ഇയേഴ്സ് റിസർവേഷൻ കിട്ടും. അതുപോലെ തന്നെ SC/ST ആണെങ്കിൽ +5 ഇയേഴ്സ് ആയിരിക്കും വരിക. പിന്നെ ഡിസബിലിറ്റി ഉള്ള കാൻഡിഡേറ്റിനാണെങ്കിൽ +10 ഇയേഴ്സ് വരെ റിലാക്സേഷൻ കിട്ടുന്നതാണ്. ഇനിയും കഴിഞ്ഞിട്ടില്ല. ഡിസബിലിറ്റി തന്നെ OBC ആണെങ്കിൽ 13 വർഷം റിലാക്സേഷൻ കിട്ടും. ഡിസബിലിറ്റി ഉള്ള ഒരാൾ SC/ST ഉൾപ്പെടുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് 15 വർഷം റിലാക്സേഷൻ കിട്ടും.
ഒരുപാട് ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതിന്റെ കൂടെ ആഡ് ചെയ്ത് എടുക്കാം എത്രത്തോളം. സാർ ഇത് മാത്രമല്ല, ഈ ഇടയ്ക്ക് ഒരു റെയിൽവേയുടെ ടെൻഡർ വന്നപ്പം ഈ കോവിഡ് കാരണം കുറച്ച് ഉദ്യോഗാർത്ഥികളുടെ ആഡ് ചെയ്തിട്ടാണ് വരുന്നത് 33 വരുന്നത്. അപ്പം ഈ ഒരു വർഷം ഒരു കൺഫ്യൂഷൻ ഒരുപാട് പേർക്ക് അത് വരുന്നുണ്ട്. 30 ആണോ 33 ആണോ 31 ആണോ എന്നൊരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. സോ ഈ വർഷം നമുക്ക് 33 ഇയേഴ്സ് വരെ ഉള്ളവർക്ക് എഴുതാൻ പറ്റും. നിങ്ങളുടെ കോവിഡ് കാരണം വർഷം നഷ്ടമായി, അല്ലെങ്കിൽ റെയിൽവേ ലാസ്റ്റ് വിളിച്ചിരുന്ന 2019 5 വർഷമായിട്ട് ഇതുവരെ വിളിച്ചിട്ടില്ല. പിന്നെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നത് 2024. സോ അതിന്റെ എല്ലാം ഭാഗമായിട്ടൊരു റിലാക്സേഷൻ ആയിട്ട് നിങ്ങൾക്ക് തരുന്നതാണ് ഈ ഒരു എക്സ്ട്രാ ആഡ് ഓൺ 3 ഇയർ എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് അല്ലെങ്കിൽ സെലക്ഷൻ സ്റ്റേജസ് നടക്കുന്നത് നോക്കാം. അപ്പോൾ സെലക്ഷൻ സ്റ്റേജിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ മെയിൻലി എത്ര സ്റ്റേജ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോപ്പർലി പറയുകയാണെങ്കിൽ 2 എക്സാംസ് നമുക്ക് അവിടെ ഉള്ളൂ. പക്ഷേ ശരിക്കും മൊത്തം എല്ലാ സ്റ്റേജ് കൂടി നോക്കുകയാണെങ്കിൽ നമുക്ക് 4 സ്റ്റേജ് ഉണ്ട് എന്നുള്ള രീതിയിൽ പ്രോപ്പർലി പറയാം. ഇനി ഒരുപാട് പേര് ചോദിക്കുന്ന എത്ര എക്സാം ഉണ്ട് എന്ന് വളരെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. നമുക്ക് എത്ര എക്സാം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 എക്സാംസ് ആണ് ഉള്ളത്. ആദ്യമേ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് CBT 1 ഉണ്ടായിരിക്കും. അത് എല്ലാവർക്കും എഴുതണം. അതിനെ നമുക്ക് കൈൻഡ് ഓഫ് പ്രിലിംസ് എന്ന് പറയാം, സ്റ്റേജ് 1 ഓഫ് ദി എക്സാം എന്ന് പറയാം. ഇതിൽ സെലക്ട് ആവുന്ന കാൻഡിഡേറ്റ്സ് അവരായിരിക്കും CBT 2ലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ ചെല്ലാൻ നേരത്ത് അവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ സെക്കൻഡ് സ്റ്റേജ് ഓഫ് എക്സാം, നമ്മുടെ മെയിൻ എക്സാം എന്നൊക്കെ നമുക്ക് പറയാം. അവിടെ അഗെയിൻ ക്ലിയർ ചെയ്യുന്നവരാണ് ഏതിലേക്ക് പോകുന്നത്, സ്കിൽ ടെസ്റ്റിലേക്കും പിന്നെ അവിടുന്ന് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആ ഒരു സ്റ്റേജിലേക്ക് പോകുന്നത്. അപ്പം സ്കിൽ ടെസ്റ്റും ഡോക്യുമെന്റ് വെരിഫിക്കേഷനും എന്താ പറയാ, നമുക്ക് സ്കിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ പോസ്റ്റിനും ഇല്ല, പല സ്കിൽ ടെസ്റ്റുകളും ആണ്. നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ സ്റ്റേഷൻ മാസ്റ്റർ വരുമ്പോൾ അവിടെ ഡിഫറെന്റ് ആണ്, പക്ഷെ അതേ സ്ഥലത്ത് വേറെ ടൈപ്പിസ്റ്റിന്റെ ഒക്കെ പോസ്റ്റ് വരുമ്പോൾ അവിടെ ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ അതായത് പോസ്റ്റിനനുസരിച്ചാണ്, നിങ്ങൾക്ക് കിട്ടുന്ന പോസ്റ്റിനനുസരിച്ചായിരിക്കും ആ ഒരു സ്കിൽ ടെസ്റ്റ് വരുന്നത്. ഇനി ഈ വർഷം ഒരു സ്പെഷ്യൽ സംഭവം എന്താ നടക്കാൻ സാധ്യത ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് സാധാരണ എപ്പോഴും നടക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ CBT 1 ഈ ഗ്രാജുവേറ്റ്സിനും അണ്ടർ ഗ്രാജുവേറ്റ്സിനും കോമൺ ആയിരിക്കും, എല്ലാവർക്കും കൂടി ചേർത്ത് ഒരു എക്സാം എന്നൊരു ആംഗിളിൽ. പക്ഷെ ഈ വർഷം നമുക്കത് 2 വരികയും അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന അണ്ടർ ഗ്രാജുവേറ്റ്സിന് സാധാരണ 2 എക്സാംസ് ഉണ്ട്. ഈ പറയുന്ന CBT 1 ഉം CBT 2 ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ വർഷം മേ ബി ഒരു ചാൻസ് ഉണ്ട് നമുക്ക് ഈ അണ്ടർ ഗ്രാജുവേറ്റ്സിന് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമുക്ക് അവിടെ +2 മാത്രം മതി. അതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റ ഒരു എക്സാം മാത്രം മേ ബി കാണാൻ സാധ്യതയുണ്ട്. നമുക്കത് കൺഫർമേഷൻ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നാലേ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇങ്ങനെ ഒരു റൂമേഴ്സ് നല്ലപോലെ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒറ്റ ഒരു എക്സാം, ഒരുപാട് പേര് ചോദിക്കുന്നതാണ്, ഒരുപാട് പല എക്സാം എടുത്തു കഴിഞ്ഞാൽ 1, 2, 3 പോകാറുണ്ട്. പക്ഷെ ഒറ്റ ഒരു എക്സാം മാത്രമുള്ള ഒരു എക്സാം മേ ബി ഈ വർഷം നമ്മുടെ റെയിൽവേയുടെ സൈഡിൽ നിന്ന് വരാൻ സാധ്യതയുള്ളത് ഒന്ന് ഇതായിരിക്കും, NTPCയുടെ അണ്ടർ ഗ്രാജുവേറ്റ്സിന് ഉറപ്പായിട്ടും 2 സ്റ്റേജ് കാണും. അതിൽ ഒരു ഡൗട്ടും ഇല്ല, ഉറപ്പായിട്ടും 2 സ്റ്റേജ് കാണും. ഇനി ഇതുപോലെ സ്കിൽ ടെസ്റ്റും ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ നിങ്ങൾ ടെൻസ്ഡ് ആവേണ്ട കാര്യമില്ല. നിങ്ങൾ ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 1 and 2 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് ഈസിലി ഗോ ത്രൂ ചെയ്യാവുന്ന സാധനമേ ഉള്ളൂ. അതായത് സ്കിൽ ടെസ്റ്റും ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈസിലി ക്ലിയർ ചെയ്യാം, ക്വാളിഫൈങ് ഇൻ നേച്ചറാണ്. ഓക്കെ. ആൻഡ് ഇനി NTPCയുടെ പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ സാർ എങ്ങനെയാണ് ഇതിന്റെ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നത്? ഒരുപാട് പോസ്റ്റുകൾ ഉണ്ട് എന്ന് തന്നെ പറയാം. നമുക്ക് നമ്മൾ അതിനെ നല്ലപോലെ മനസ്സിലാവാൻ വേണ്ടി 2 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, എല്ലാം കൂടി ഒരുമിച്ച് വെക്കാതെ നിങ്ങൾ കാണാൻ പറ്റും. ആദ്യം തന്നെ നമ്മുടെ ആ ഒരു 12th എന്ന് പറഞ്ഞാൽ അണ്ടർ ഗ്രാജുവേറ്റ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി വരുന്ന പോസ്റ്റുകളാണ് നിങ്ങൾ അതിന്റെ അടിയിൽ കാണുന്നത്. അപ്പം നമുക്ക് അതിന്റെ അടിയിൽ ഇതുവരെ വിളിച്ചിട്ടുള്ളത് വെച്ച് നോക്കുകയാണെങ്കിൽ 5 പോസ്റ്റാണുള്ളത്. പക്ഷേ മേ ബി ഈ വർഷം ഇതിൽ കൂടുതൽ പോസ്റ്റ് വരാൻ സാധ്യതയാണ്. എന്താണ് ഒരുപാട് പുതിയ പോസ്റ്റ് ക്രിയേഷൻസ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് വേറെയും പോസ്റ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് അവിടെ വരുന്ന പോസ്റ്റ് കാണാൻ പറ്റും. ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, അതുപോലെ അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ജൂനിയർ ടൈം കീപ്പർ, ട്രെയിൻസ് ക്ലർക്ക്, കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്, ഇത്രയും പോസ്റ്റുകളാണ് വരുന്നത്. ഇനി ഈ പോസ്റ്റിലൊക്കെ എന്തൊക്കെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ ചെന്നിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. നമ്മൾ ഈ ഓരോ പോസ്റ്റുകളും എന്താണ്, അല്ലെങ്കിൽ ഈ പോസ്റ്റിലൊരു എന്താ പറയാ വർക്ക് പ്രൊഫൈൽ എന്താണ്, ജോബ് പ്രൊഫൈൽ എന്താണെന്നുള്ളത് ഓൾറെഡി നമ്മുടെ വീഡിയോസ് ഓൾറെഡി നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. സോ ചാനലിൽ തന്നെ നിങ്ങൾക്ക് അത് അവിടെ നിന്ന് കാണാവുന്നതാണ്. നമ്മൾ സീരീസ് പോലെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിലും റെയിൽവേസ് ആണെങ്കിലും ഓരോ പോസ്റ്റുകൾ, ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റെയിൽവേയിൽ സ്റ്റേഷൻ മാസ്റ്റർ, എന്താണ് ആ പോസ്റ്റ്, ആ പോസ്റ്റിന് കിട്ടുന്ന സാലറി എത്രയാണ്, അതുപോലെ അതിന്റെ ഡീപ്പായിട്ട് നോക്കുകയാണെങ്കിൽ എക്സാക്ട് ചെയ്യുന്ന ജോബ് റോൾ റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്നൊക്കെയുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. സോ ഡു ചെക്ക് ദാറ്റ് ഔട്ട്. അതുപോലെ നമ്മുടെ അണ്ടർ ഗ്രാജുവേറ്റ്സിനെ നമ്മളിപ്പം കണ്ടത്. പക്ഷേ ഗ്രാജുവേറ്റ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾ കാണാൻ പറ്റും, അവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമ്പയർ ടു അണ്ടർ ഗ്രാജുവേറ്റ്സ് നമുക്കിവിടെ കൂടുതൽ പോസ്റ്റുകളുണ്ട്. അപ്പോൾ ഇതിലും നമുക്ക് വരുന്ന പോസ്റ്റുകൾ നിങ്ങൾ കാണാൻ പറ്റും. നമുക്ക് ഓൾമോസ്റ്റ് ഒരു 7 പോസ്റ്റാണ് അവിടെ വരുന്നത്. നേരത്തെ കണ്ട പോസ്റ്റുകളുടെ അണ്ടർ ഗ്രാജുവേറ്റ്സിൽ നമ്മൾ കണ്ട പോസ്റ്റുകളുടെ ഒരു സീനിയർ പോസ്റ്റുകളാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് വളരെ ഡയറക്റ്റ്ലി വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ട്രാഫിക് അസിസ്റ്റന്റ് ഉണ്ട്, ഗുഡ്സ് ഗാർഡ് ഉണ്ട്, അതുപോലെ സീനിയർ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് ഉണ്ട്, സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ഉണ്ട്, അതുപോലെ
ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് ഉണ്ട്, സീനിയർ ടൈം കീപ്പർ ഉണ്ട്, കൊമേഴ്ഷ്യൽ അപ്രന്റീസ് ഉണ്ട്, ആൻഡ് ലാസ്റ്റ് Station ഫൈനലി എല്ലാവരും എനിക്കൊന്ന് NTPC എക്സാം പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന ഒരു മെയിൻ പോസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റേഷൻ മാസ്റ്റർ ആണ്. ഇതിനു വേണ്ടിയാണ് എല്ലാവരും ആ ഒരു അവിടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. പക്ഷെ പലർക്കും അവിടെ എത്തിച്ചേരാൻ പറ്റാത്തവർക്ക് വേറെ ഉള്ള നല്ല നല്ല പോസ്റ്റുകളിലേക്കാണ്. അതുപോലെ തന്നെ സ്റ്റേഷൻ മാസ്റ്റർ പോലെ തന്നെ കുറച്ച് എല്ലാ പോസ്റ്റുകളും നല്ലതാണ്. ഈ അണ്ടർ ഗ്രാജുവേറ്റിൽ വരുന്ന പോസ്റ്റുകളാണേലും ഗ്രാജുവേറ്റിൽ വരുന്ന പോസ്റ്റുകളാണേലും എല്ലാം നല്ലതാണ്. പക്ഷെ കുറച്ചുകൂടെ ഒരു അടിപൊളി എന്ന് പറയാനായിട്ട് സ്റ്റേഷൻ മാസ്റ്റർ ഉണ്ട്. അതുപോലെ തന്നെ മറ്റൊരു നല്ല പോസ്റ്റാണ് സീനിയർ കൊമേഴ്ഷ്യൽ ടിക്കറ്റ് ക്ലർക്ക്. കം ടിക്കറ്റ് ക്ലർക്ക്. ഇതിന്റെ അടിയിലാണ് നമ്മളുടെ ഒരുപാട് പേര് നോക്കുന്ന TC, TT ഒക്കെ വരുന്നത്. തന്നെ വരുന്നത്. അപ്പൊ ഒരുപാട് പേര് ഇങ്ങനെയും പറയുന്നുണ്ട് ഈ വർഷം അതിന് സെപ്പറേറ്റ് വിളിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് വിളിക്കാൻ ഒരു സാധ്യതയില്ല. നമുക്ക് ഇതിലെ തന്നെ വരാനാണ് തന്നെ വിളിച്ചതിന് ശേഷം അതിലെ കാൻഡിഡേറ്റ്സിനെയാണ് ഈ പോസ്റ്റുകളിലേക്ക്, ഈ ഒരു TC പോസ്റ്റിലേക്കും TT പോസ്റ്റിലേക്കും ഒക്കെ തന്നെ സെലക്ട് ചെയ്ത് വിടുന്നത്. ഇത് പറഞ്ഞതുപോലെ നമ്മുടെ നോട്ടിഫിക്കേഷൻ റെയിൽവേ മിനിസ്ട്രി ഒരു ഒഫീഷ്യൽ വീഡിയോ ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം, ഇനി മുതൽ റെയിൽവേ ആനുവലി എക്സാം നടത്താനുള്ള ഒരു പ്ലാൻ ഉണ്ടെന്നാണ്. അപ്പം സ്വാഭാവികമായിട്ടും ആനുവലി എക്സാം നടത്തുന്ന ഒരു റിക്രൂട്ട്മെന്റ് ബോഡി ആകുമ്പോൾ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പോലെ തന്നെ ഒരു ആനുവൽ കാലണ്ടർ ഉണ്ടാവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പം അതിന്റെ ബേസിസിൽ ഈ 2024 ഒരു സ്റ്റാർട്ട് എന്ന രീതിയിൽ ഒരു ചെറിയ കാലണ്ടർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഡേറ്റ് ജൂലൈ അല്ലേ, വരാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു ബെസ്റ്റ് എക്സാമ്പിൾ കൂടിയാണ് ചെറിയൊരു കാലണ്ടർ വന്നിരിക്കുന്നത്. നമുക്ക് ഗ്രൂപ്പ് ഡി ഒഴികെ ഏകദേശം RRB ALP ആണെങ്കിലും അതുപോലെ തന്നെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആണെങ്കിലും ദെൻ JEയുടെ വന്നിട്ടുണ്ട്, JE വന്നു, ALP വന്നു. ഇപ്പൊ NTPC ജൂലൈ ടു സെപ്റ്റംബർ വരാൻ പോകുന്നു. ഈ വർഷം തന്നെ അതിന്റെ പ്രിലിം സ്റ്റേജും കംപ്ലീറ്റ് ആകുന്നതായിരിക്കും. ഓക്കെ, സോ ഇത്രയാണ് പോസ്റ്റുകൾ വരുന്നത്. പക്ഷെ വീണ്ടും പറയുവാണ്, ഇത്രയും അല്ല, ഇനിയും ഇതിൽ പുതിയ പോസ്റ്റുകൾ വരാൻ നല്ല സാധ്യതയുണ്ട്. ഈ വട്ടം നിങ്ങൾക്കറിയാം റെയിൽവേയിലാണ് നമ്മുടെ ഇന്ത്യയിൽ പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് പുതിയ കാര്യങ്ങൾ ആഡ് ആയിക്കൊണ്ടിരിക്കുന്ന, വളരെ ഫാസ്റ്റ് ആയി ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന. സോ ഒരുപാട് പുതിയ പോസ്റ്റുകൾ ക്രിയേറ്റ് ആവുന്നുണ്ട്, ഒരുപാട് ഡിവിഷൻ. വേൾഡിലെ തന്നെ ലാർജസ്റ്റ് റിക്രൂട്ടർ ആണ് റെയിൽവേസ് എന്ന് പറയുന്നത്. സോ അവിടെ വേക്കൻസി വരുമ്പോൾ അത് ബൾക്കായിട്ട് തന്നെ വരികയും ചെയ്യും. മാത്രമല്ല അവർക്ക് ഡിസൈഡ് ചെയ്യാം, കാരണം ഇപ്പോൾ ഒരുപാട് പോസ്റ്റുകൾ വേക്കൻ്റ് ആണ്. റീസെൻ്റ്ലി വേക്കൻ്റ് ആയിട്ടുള്ള പോസ്റ്റുകളുടെ ആ ഒരു എണ്ണം കറക്റ്റായിട്ട് കൊടുക്കാൻ റെയിൽവേ മിനിസ്റ്റർ ആവശ്യപ്പെട്ടപ്പോൾ എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് തന്നെ ഏകദേശം 3 ലക്ഷത്തിനോട് അടുത്ത് വേക്കൻസീസ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി ഇതിൻ്റെ എക്സാമിനേഷൻ പാറ്റേൺ നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റേജ് സാറ് പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രിലിംസ് എക്സാം ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരിക്കും, ഓൺലൈൻ പരീക്ഷയാണ്. അത് കമ്പ്യൂട്ടറിൻ്റെ മുൻപിലിരുന്ന് നിങ്ങൾ എഴുതേണ്ട ഒരു പരീക്ഷയാണ്. വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം മാത്സ് ആയിരിക്കും, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്. ഇതിനെ നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ മെൻ്റൽ എബിലിറ്റി എന്ന് പറയുന്ന സെയിം സാധനം തന്നെ. പിന്നീട് വരുന്നത് ജനറൽ അവയർനെസ് ആണ്. റെയിൽവേ എക്സാംസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ ഇംഗ്ലീഷ് ഇല്ല. പ്രിലിംസിനും ഇംഗ്ലീഷ് ഇല്ല, മെയിൻസിനും ഇംഗ്ലീഷ് ഇല്ല. അപ്പം സാറിന് എന്താണ് തോന്നുന്നത്, ഇംഗ്ലീഷ് ഇല്ലാത്തത് കൊണ്ട്? ഒരുപാട് പേർക്ക് പേടിയുള്ള ഒരു സബ്ജക്റ്റ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്, പഠിക്കാൻ ഈവൻ ഒരുപാട് നെഗറ്റീവ് വരുന്ന ഒരു സബ്ജക്ട് കൂടിയാണ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു സീജലിനൊക്കെ പഠിക്കാൻ നേരത്തെ ഇംഗ്ലീഷ് ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്, പറ്റുന്നില്ല എന്നൊക്കെ തോന്നുന്നവർക്ക് ഏറ്റവും നല്ലൊരു എക്സാം ആണ് ഇതെന്ന് പറയുന്നത്. നല്ല വേക്കൻസി ഉണ്ട്. ഈ പറയുന്ന ചില ബാങ്കിന്റെ എക്സാമിന് നമുക്ക് ചിലപ്പോൾ Tier 1 ഇംഗ്ലീഷ് ഇല്ലെങ്കിലും Tier 2 ചിലപ്പോൾ ഇംഗ്ലീഷ് എന്തായാലും. പക്ഷെ ഇവിടെ നമുക്ക് Tier 1 ഇല്ല, Tier 2 ഇല്ല. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിലും റീസണിങ് ആണെങ്കിലും ഇപ്പോൾ 20 ചോദ്യം ഉണ്ട്, നമ്മൾ 18 എണ്ണം ചെയ്തു, നമ്മൾ വർക്കൗട്ട് ചെയ്ത ആൻസർ ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ ഏകദേശം 100% തന്നെ നമുക്ക് ഉറപ്പിക്കാം നമ്മൾ ചെയ്തത് ശരിയാണെന്ന്. പക്ഷേ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ നമുക്ക് ഉറപ്പാണെങ്കിലും അത് ശരിയാണ് എന്ന് 100% പറയാൻ പറ്റത്തില്ല. ഈവൻ നമുക്ക് തോന്നും ശരിയാണെന്ന്, പക്ഷേ തെറ്റായിരിക്കും. അതാണൊരു അവിടുത്തെ ഒരു ഇത്. അപ്പോൾ അങ്ങനത്തെ കാര്യമൊന്നും ഇവിടെ ഇല്ല. ഇവിടെ നിങ്ങൾക്ക് 100% ആക്യുറസിയോട് കൂടി തന്നെ ക്വാൻസ് ആണെങ്കിലും റീസണിങ് ആണെങ്കിലും ഒക്കെ ചെയ്യാം. പിന്നെ ജനറൽ അവയർനെസ് ഉണ്ട്. ഈ ജനറൽ അവയർനെസ്സിൽ കറണ്ട് അഫയേഴ്സും കൂടെ ഉറപ്പായിട്ടും ഉണ്ടാവും. സോ കറൻ്റ്ലി അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കുക ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ. മാത്സിൽ നിന്ന് 30 ക്വസ്റ്റ്യൻസ് 30 മാർക്സ് ആണ്, റീസണിങ്ങിൽ നിന്നും 30 ക്വസ്റ്റ്യൻസ് 30 മാർക്സ്, ആൻഡ് ജനറൽ അവയർനെസ്സിൽ നിന്നും 40 ക്വസ്റ്റ്യൻസ് 40 മാർക്സ്. ആകെ മൊത്തം 100 ചോദ്യങ്ങളാണ്, 100 മാർക്കിനാണ്. അതിനർത്ഥം ഓരോ ചോദ്യത്തിനും ഓരോ മാർക്ക് വീതമായിരിക്കും. പരീക്ഷ നടക്കുന്നത് 1.5 മണിക്കൂർ നേരത്തേക്കാണ്. നെഗറ്റീവ് മാർക്കിംഗ് ഉള്ളൊരു എക്സാം തന്നെയാണ്. 1/3 അല്ലെങ്കിൽ 0.33 തന്നെയായിരിക്കും നെഗറ്റീവ് മാർക്കിംഗ് ആയിട്ട് വരിക. ഇനി ഈ പരീക്ഷ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെയിൽവേസ് ആണെങ്കിൽ ഒരു കട്ട് ഓഫ് മാർക്ക് ഡിസൈഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ 100ൽ ഒരു 70 ആണെന്നിരിക്കട്ടെ കട്ട് ഓഫ് മാർക്ക്. ആ 70 മാർക്കോ അതിന് മുകളിലേക്കുള്ള കാൻഡിഡേറ്റ്സ് മാത്രമായിരിക്കും മെയിൻസ് പരീക്ഷ എഴുതാനായിട്ട് യോഗ്യത നേടുന്നത്. ഈ പ്രിലിംസിന്റെ മാർക്ക് ആഡ് ചെയ്യോ സാർ? ഇതിന്റെ ഈ പറഞ്ഞതിൽ ഒരു
എന്താ പറയുക, ഒരുപാട് ഒരു തെറ്റായിട്ട് വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ റെയിൽവേയുടെ നോട്ടിഫിക്കേഷൻ്റെ അകത്ത് വരുമ്പോൾ ഒരു മിനിമം പാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞൊരു പെർസെൻറ്റേജ് കൊടുത്തിട്ടുണ്ട് 40-30 എന്ന് പറഞ്ഞു. ഒരുപാട് പേര് വിചാരിക്കുന്നത് എനിക്കത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് രണ്ടാമത്തെ എക്സാം എഴുതാം എന്ന് വിചാരിക്കാറുണ്ട്. പക്ഷെ അത് തെറ്റാണ്. അതൊരു മിനിമം എല്ലാ സെഷനിലും വരേണ്ട ഒരു മാർക്കിനെ കുറിച്ച് ഒരു ആംഗിളിലാണ് അത് പറയുന്നത്. നമുക്ക് അത് കിട്ടിയാൽ പറ്റത്തില്ല. ഇപ്പം മിസ് പറഞ്ഞ പോലെ തന്നെ ഒരു കട്ട് ഓഫ് റെയിൽവേ തീരുമാനിക്കും. ആ കട്ട് ഓഫ് കിട്ടിയാൽ മാത്രമേ എങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ, രണ്ടാമത്തെ എക്സാമിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അല്ലാതെ 30% കിട്ടിയെന്ന് പറഞ്ഞാൽ അടുത്ത എക്സാം എഴുതാൻ കിട്ടണം എന്നില്ല. ഈ കട്ട് ഓഫ് മാർക്ക് ഡിസൈഡ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ലൈക്ക് ഈ എക്സാമിന്റെ ഡിഫിക്കൽട്ടി. ഇപ്പം നിങ്ങൾക്ക് 2 ദിവസമായിട്ടാണ് എക്സാം നടക്കുന്നത്. 2 ദിവസം, ഒരു ദിവസം 4 ഷിഫ്റ്റ് വെച്ചിട്ട് 2 ദിവസം ടോട്ടൽ 8 ഷിഫ്റ്റ് ഉണ്ടെന്ന് കരുതുക. അപ്പം ഒരു ഷിഫ്റ്റ് ചിലപ്പോൾ പാടായിരിക്കും, അടുത്ത ഷിഫ്റ്റ് നല്ല എളുപ്പമായിരിക്കും. അവിടെ ഈ നോർമലൈസേഷൻ എന്ന് പറഞ്ഞൊരു കാര്യം വരും. അപ്പോൾ എക്സാമിൻ്റെ ഡിഫിക്കൽട്ടി, പിന്നെ ടോട്ടൽ എത്ര വേക്കൻസി ഉണ്ട്, ഓൾ ഇന്ത്യയിൽ എത്ര കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്തു, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. എക്സാം എങ്ങാനും എളുപ്പമാണെങ്കിൽ കട്ട് ഓഫ് നല്ല കൂടുതലായിരിക്കും. ഓക്കെ, ഇപ്പം മെയിൻസിൻ്റെ കാര്യം സാർ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ മെയിൻസിലേക്ക് വരുമ്പോഴും ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സബ്ജക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ സെയിം തന്നെയാണ്. അവിടെ സബ്ജക്റ്റ് മാറുന്നില്ല. ഒരുപാട് പേർക്ക് എന്താ പറയുക, നമ്മുടെ ബാക്കിയുള്ള എക്സാംസ് എല്ലാം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രിലിംസ് കഴിഞ്ഞ് മെയിൻസിലേക്ക് ചെല്ലുമ്പോൾ രണ്ടാമത്തെ സ്റ്റേജ് ചെല്ലുമ്പോൾ അവിടെ അഡീഷണൽ സബ്ജക്ട്സ് എപ്പോഴും കാണും. പക്ഷേ ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പ്രിലിംസിന് പഠിക്കുന്നോ അതേ സെയിം സബ്ജക്റ്റ് മാത്രമേ നമുക്ക് ഇവിടെ വരുന്നുള്ളൂ. എന്താ ചേഞ്ച് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ക്വസ്റ്റിന്റെ ലെവൽ ബെറ്റർ ആയിരിക്കും. അത് കൂടാതെ നമ്മുടെ ക്വസ്റ്റിന്റെ കൗണ്ടിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. നമുക്ക് നേരത്തെ 100 ആയിരുന്നെങ്കിൽ ഇപ്പം നമുക്ക് കാണാം 120 ഉണ്ട്. അതുപോലെ തന്നെ മാർക്കും എന്തായിട്ടുണ്ട് 120 ആയിട്ടുണ്ട്. പക്ഷേ ടൈം ഇപ്പോഴും എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. നേരത്തെ 1.5 മണിക്കൂറായിരുന്നു, ഇപ്പോഴും 1.5 മണിക്കൂർ ക്വസ്റ്റിന്റെ കൗണ്ട് കൂടിയിട്ടുണ്ടെങ്കിലും. ഇനി നമുക്ക് അവിടെ ക്വസ്റ്റിന്റെ കൗണ്ടിലും വന്ന് ഇൻക്രീസ് കാണാൻ പറ്റും. നേരത്തെ 30 ഉണ്ടായിരുന്നു, ഇപ്പൊ 35 ആയി. ഇവിടെ വീണ്ടും ഒരു 5 കൂടി കൂടി, ആൻഡ് ഇവിടെ ഒരു 10 കൂടി. അപ്പൊ 5, 10 വെച്ച് ഇൻക്രീസ് ആവുന്നുണ്ട്. ഒരു 20 ക്വസ്റ്റ്യൻ ഇൻക്രീസ് ആകുന്നുണ്ട്. ഇതാണ് നമ്മുടെ മെയിൻസിന്റെ ഒരു എക്സാമിന്റെ പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പൊ അഗെയിൻ ഇവിടെ ചെല്ലുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വളരെ ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറഞ്ഞാൽ റെയിൽവേയുടെ എക്സാംസിൽ പലർക്കും പോസ്റ്റ് മാറുന്നതും ചിലർ ലിസ്റ്റിൽ നിന്ന് പുറത്താവുന്നതും നെഗറ്റീവ് കാരണമാണ്. അപ്പൊ ഇവിടെയും ആ നേരത്തെ പറഞ്ഞ നെഗറ്റീവ് അതുപോലെ തന്നെ ഉണ്ട്. ആൻഡ് ആ നെഗറ്റീവ് ഈ പറയുന്ന നമ്മുടെ അവസാനത്തെ ഏരിയയിൽ മാക്സിമം വരാതിരിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഒരുപാട് പേര് ചെയ്യുന്നൊരു മിസ്റ്റേക്ക് ആണ് നമ്മുടെ ഈ ജനറൽ അവയർനെസ്, നമ്മുടെ ആ ഒരു ജിയുടെ ഏരിയ വരുന്ന സമയത്ത് നെഗറ്റീവ് വരുന്നത്. അപ്പോൾ അത് മാക്സിമം ഇവിടെ വരുമ്പോൾ അത് നല്ലപോലെ ഒഴിവാക്കാൻ നോക്കണം. ബിക്കോസ് നമ്മുടെ ഫസ്റ്റ് എക്സാം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് എക്സാമിലേക്ക് പോകാനുള്ളത് മാത്രമാണ്, അവിടുത്തെ മാർക്ക് ആഡ് ആവുന്നില്ല. പക്ഷെ ഇവിടെ വരുമ്പോൾ ഈ മാർക്കിന്റെ ബേസിലാണ് നമ്മുടെ ഫുൾ എല്ലാം ഡിസൈഡ് ആവാൻ പോകുന്നത്. സോ ഇവിടെ നിങ്ങളുടെ ഒരു 0.25 മാർക്ക് അല്ലെങ്കിൽ 0.33 മാർക്ക് മാറിയാൽ പോലും പോസ്റ്റ് അടക്കം മാറാനുള്ള സാധ്യതയുണ്ട്. മേ ബി ലിസ്റ്റിൽ നിന്ന് വരെ പുറത്തു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾ ഒരിക്കലും പ്രിലിംസും മെയിൻസും ആയിട്ട് കമ്പയർ ചെയ്യരുത്. പ്രിലിംസ് എന്ന് പറയുമ്പം എപ്പോഴും ഈസിയർ ടു മോഡറേറ്റ് ലെവലിലായിരിക്കും അവിടെ ചോദ്യങ്ങളുടെ ഡിഫിക്കൽട്ടി ലെവൽ വരുന്നത്. പക്ഷേ ഇത് മെയിൻസിലേക്ക് വരുമ്പോൾ ഈസി ടു മോഡറേറ്റ് ആയിരിക്കില്ല, മോഡറേറ്റ് ടു ഡിഫിക്കൽട്ട് തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് ചോദിച്ചാൽ പഠിക്കുന്ന സമയം തൊട്ട് തന്നെ പ്രിലിംസിനും മെയിൻസിനും ഒരുമിച്ച് തയ്യാറെടുക്കുക. ഇപ്പം എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മാത്സിൽ നിന്നൊരു ടോപ്പിക്കാണ് ബോത്ത്സ് ആൻഡ് സ്ട്രീംസ്, അല്ലെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എടുത്തു എന്നിരിക്കട്ടെ. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് വരുമ്പോഴത്തേക്കും അതിലാദ്യം ബേസിക് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. ബേസിക്കിൽ നിങ്ങളൊന്ന് സെറ്റ് ആയി കഴിഞ്ഞ് മോഡറേറ്റ് ചെയ്യുക. അവിടെ ഓക്കെ ആയി കഴിഞ്ഞ് ഡിഫിക്കൽട്ടി ലെവലിലേക്ക് പോവുക. അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ സെയിം ടൈം നിങ്ങളപ്പോൾ പ്രിലിംസിനും മെയിൻസിനും വേണ്ടി തയ്യാറെടുക്കുന്ന അങ്ങനെ ആയിരിക്കും. ഇത് മാത്സിൻ്റെ കാര്യം മാത്രമല്ല, എല്ലാ വിഷയങ്ങളും ഇങ്ങനെ തന്നെ പഠിച്ചു പോവുക. നമ്മുടെ ചാനലിലുണ്ട്. RRB NTPCയുടെ സാറിന്റെ തന്നെ ഒരു വീഡിയോ ഉണ്ട്, ഡീറ്റെയിൽഡ് RRB NTPC സ്റ്റഡി പ്ലാൻ. സാർ കൊടുത്തിരിക്കുന്നത് ഡേ 1 ഏതൊക്കെ ടോപ്പിക്സ് പഠിക്കണം, ഡേ 2 പഠിക്കണം, പ്രാക്ടീസ് ആൻഡ് വർക്ക്ഔട്ട് ഏതൊക്കെ ഡേയ്സിലായിട്ട് ചെയ്യണം എന്നൊക്കെയുള്ള ഡീറ്റെയിൽ സ്റ്റഡി പ്ലാൻ ഉണ്ട്. അത് നിങ്ങൾക്ക് കാണണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ സ്ക്രീനിൽ അറ്റാച്ച് ചെയ്തേക്കാം, അത് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, മൂവിങ് ഓൺ. ഇനി നമ്മുടെ എങ്ങനെ ഇതിനെ തയ്യാറെടുക്കാം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ RRB NTPC എൻട്രിയിൽ RRB NTPCനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു സ്പെഷ്യൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഹോൾ സിലബസ് കവറിങ്, അതുപോലെ സിലബസ് പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളുടെ വീക്ക് ഏരിയാസ് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ വീക്ക് ഏരിയാസിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ട്രെയിനിങ്ങും കൂടുതൽ നിങ്ങളെ ഫോക്കസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വീക്കർ ഏരിയ ഫോക്കസും കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങളുടെ സ്പീഡ് ആൻഡ് പ്രാക്ടീസ് സെഷനാണ്. അതായത് എക്സാം എങ്ങനെയാണോ ആ ഒരു റിയൽ എക്സാമിനേഷൻ ഇൻ്റർഫേസിൽ നിങ്ങളെ പരീക്ഷ എഴുതാനായിട്ട് സജ്ജരാക്കുന്ന ഒരു രീതിയാണ് സ്പീഡ് ആൻഡ് പ്രാക്ടീസിൽ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് അങ്ങനെ ഉള്ള സെഷൻസാണ് വരുന്നത്. സോ ഇതൊരു അടിപൊളി ബാച്ച് തന്നെയാണ് RRB NTPC. നമ്മുടെ എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് ആയിട്ട് രജിൻ സാർ ഉൾപ്പെടെയുള്ള ഫാക്കൽറ്റീസ് ആയിരിക്കും നിങ്ങൾക്കായിട്ട് ക്ലാസ് എടുക്കാൻ പോകുന്നത്. സോ ഒരിക്കലും മിസ് ചെയ്യരുത്. എസ്പെഷ്യലി RRB NTPC ഗോൾഡ് ബാച്ച് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ 6 months പ്ലാൻ ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ day 1 to day 180 നിങ്ങൾക്ക് ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്കുകളുടെ റെക്കോർഡഡ് ക്ലാസ്സസ് ഓരോ ദിവസവും മൂവ് ഓൺ ആകുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ആപ്പിൽ നിങ്ങൾക്കത് അവൈലബിൾ ആകുന്നതാണ്. ആൻഡ് മോർ ഓവർ വീക്ക്ലി നമ്മുടെ
എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസിനോടൊപ്പം ഒരു 3 to 4 ലൈവ് സെഷൻസ് നിങ്ങൾക്ക് കിട്ടും. ലൈവായിട്ട് ഫാക്കൽറ്റീസിൻ്റെ അടുത്ത് ഇന്ററാക്ട് ചെയ്ത് അല്ല സാർ ലൈവ്സ് എങ്ങനെയാണ് പോകുന്നത് സാറിന് കുറച്ചുകൂടെ എന്നിട്ട് പറയാൻ ഓൾറെഡി പറ്റും. അത് നേരത്തെ തന്നെ ഷെഡ്യൂൾ ചെയ്ത് 1 വീക്കിന് മുമ്പ് തന്നെ ഷെഡ്യൂൾ ആവുന്നതാണ്. അപ്പം നമ്മൾ ഓൾറെഡി ആ ഒരു റെക്കോർഡ് ക്ലാസ്സിൽ പഠിച്ച അതേ ടോപ്പിക്കിന്റെ അഡ്വാൻസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ലൈവ് സെഷൻ ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി ലൈവിലേക്ക് വരുന്ന ഒരാൾ പഠിച്ചിട്ടായിരിക്കും വരുന്നത്. ആദ്യത്തെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വരുന്ന കണക്ക് ആയിരിക്കത്തില്ല വരുന്നത്. അപ്പോൾ ആ ക്ലാസ് കണ്ടിട്ട് വരുന്നവരാണെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും ലൈവിൽ വരുമ്പോഴത്തേക്കും ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ആ പഠിച്ചതിനേക്കാളും ബെറ്റർ ക്വസ്റ്റ്യൻസ്, അഡ്വാൻസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ കൂടുതൽ പഠിക്കുന്നത്. അതേ കാര്യങ്ങൾ എങ്ങനെ വേറെ ഷോർട്ട് കട്ട്സ് ഒക്കെ യൂസ് ചെയ്ത് പെട്ടെന്ന് എടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ റെക്കോർഡ് പോയ ടോപ്പിക്സിനും നമുക്കവിടെ ലൈവ് എന്തായാലും സെപ്പറേറ്റ് 1, 2, 3 പല ടോപ്പിക്കിനും ഈവൻ 3 to 4 ക്ലാസ്സസ് വരെയാണ് ലൈവിൽ പിന്നെ സെപ്പറേറ്റ് പോകുന്നത്. അപ്പോൾ ഫാക്കൽറ്റീസ് നിങ്ങളെ കറക്റ്റായിട്ട് മോട്ടിവേറ്റ് ചെയ്യുകയും ഓൺ ട്രാക്കിൽ ലീഡ് ചെയ്യുകയാണ് ലൈവ് സെഷൻസ് വഴി അവിടെ സംഭവിക്കുന്നത്. പിന്നെ എക്സ്പേർട്ട് മെൻറ്റേഴ്സ് ഉണ്ടായിരിക്കും ഫാക്കൽറ്റീസിനോട് പുറമെ നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ എക്സാം റിലേറ്റഡ് ഡൗട്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാത്സ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ വർക്കൗട്ട് ചെയ്തിട്ട് കിട്ടിയില്ല, നിങ്ങൾക്ക് ഏത് സമയത്തും മെൻറ്റേഴ്സിനോട് ചോദിക്കാം. മെൻറ്റേഴ്സ് ഉണ്ടായിരിക്കും നിങ്ങളുടെ കൂടെ ടിൽ എക്സാം ഒരു സപ്പോർട്ട് തരാനായിട്ട്. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ ഹൈലി അപ്ഡേറ്റഡ് മോക്ക് ടെസ്റ്റ് സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം അവൈലബിൾ ആണ്. RRB NTPCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ പ്രിപ്പറേഷൻ തുടങ്ങുക. സോ ദാറ്റ് എക്സാം ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് തന്നെ പോയി എക്സാം എഴുതാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്, എസ്പെഷ്യലി ത്രൂ എൻട്രീസ് RRB NTPC ബാച്ച്. സോ ഈ സെഷൻ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ആൻഡ് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും നമ്മുടെ എൻട്രിയിലെ ഫെസിലിറ്റീസിനെ കുറിച്ച് അറിയാനോ അല്ലെങ്കിൽ ഈ RRB NTPC നോട്ടിഫിക്കേഷൻ റിലേറ്റഡ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് കണക്ട് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ ഹാവ് എ നൈസ് ഡേ. എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഇറ്റ്സ് മീ അമിഷ സൈനിങ് ഓഫ്. താങ്ക് യു. താങ്ക് യു.